കോഡ് മലയാളം ഇന്റർവ്യൂ സീരീസിൽ നമുക്ക് ഇപ്പോൾ ഒരു ജാവാസ്ക്രിപ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ ഇതാണ്: എന്താണ് ജാവാസ്ക്രിപ്റ്റിൽ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ? സോ അതിനൊപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് എന്താണ് ഒരു സിങ്ക്രണസ് അല്ലെങ്കിൽ അസിങ്ക്രണസ് കോൾ ബാക്ക്, ഇതെന്താണെന്നും കൂടി നമ്മൾ ഈ വീഡിയോനകത്ത് നോക്കാം. സോ നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. അതിനകത്ത് രണ്ട് വേരിയബിൾ ഉണ്ട്, എയും ബിയും. നമുക്കത് സം ചെയ്യാം, എന്നിട്ട് അത് പ്രിന്റ് ചെയ്യാം. എന്നിട്ട് ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാം. നമുക്ക് ആ റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊരു സാധാരണ ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ അകത്തും തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് കോൾ ചെയ്യണം വിചാരിക്കും, അല്ലെങ്കിൽ API കോളും വിളിക്കണം. ഫോർ എക്സാമ്പിൾ API കോൾ എന്ന് പറയുമ്പോൾ വേറെ സെർവറിലായിരിക്കും അവിടെ പോയി ഡാറ്റ എടുത്തിട്ട് വരണം. ഓക്കെ, സോ അങ്ങനെ എടുത്തിട്ട് വരുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് കുറച്ച് ടൈം എടുക്കും. സോ ഫോർ എക്സാമ്പിൾ ഈ ഒരു URL നിന്ന് പോയിട്ട് ഡാറ്റ എടുത്തിട്ട് വരണം ഇതിൻ്റെ ഇടയിൽ. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ഡാറ്റ ഫെച്ച് ചെയ്യാൻ മറ്റേ സെർവറിലോട്ട് ഡാറ്റ ഫെച്ച് ചെയ്യാൻ പോകും. ഓക്കെ, സോ ആ പോയിട്ട് ഡാറ്റ വരുന്നവരെ ഇതിവിടെ ബ്ലോക്ക് ആവും, ഈ കോഡ് ഇവിടെ ബ്ലോക്ക് ആവും, ഈ ലോഗ് പ്രിന്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ചില സമയത്ത് നമുക്ക് ഈ ഡാറ്റ ഫെച്ച് കഴിഞ്ഞിട്ടുള്ള ഈ ലോജിക്ക് നമുക്ക് ഈ ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്യാത്ത ലോജിക്കായിരിക്കും. ഡാറ്റ ഡിപ്പെൻഡ് ചെയ്യാത്ത ലോജിക്ക് ആയതുകൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അങ്ങനത്തെ കേസിലാണെങ്കിൽ പോലും ഇത് ഡാറ്റ ഫെച്ച് ചെയ്യണ വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് അത്ര നല്ലൊരു മോഡലല്ല. സോ അതിന് വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റ് നല്ല ഏതൊരു പ്രോഗ്രാം ലാംഗ്വേജും ചെയ്യുന്നത് ഇങ്ങനെ ഡിലേ വരുന്ന ഡാറ്റ കിട്ടാൻ ഡിലേ വരുന്ന കേസിന് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഫംഗ്ഷൻ കൊടുക്കാം. സോ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതാം, അല്ല പ്രോസസ് API എന്ന് പറഞ്ഞ ഫംഗ്ഷനോ. ഓക്കെ, സോ അങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് നമ്മൾ ഈ API വിളിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഫംഗ്ഷൻ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ റെസ്പോൺസ് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ മതി. അതുവരെ ഞങ്ങളോട് വെയിറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ ബാക്കി കോഡുമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പൊക്കോളാം. സോ ഇങ്ങനെ നമ്മൾ പിന്നെ എക്സിക്യൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഫംഗ്ഷനെയാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനെ കോൾ ബാക്ക് എന്ന് വിളിക്കാൻ കാരണം നമ്മൾ ഈ ഫംഗ്ഷൻ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. എഴുതിയിട്ട് നമ്മൾ ആ APIക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ APIയുടെ റെസ്പോൺസ് എപ്പോഴാണോ വരുന്നത്, സോ ആ API ഹാൻഡിൽ ചെയ്യുന്ന ഫംഗ്ഷൻ നമ്മൾ കൊടുത്ത ഫംഗ്ഷൻ ഇങ്ങോട്ട് കോൾ ചെയ്യുക ചെയ്യുന്നത്, അവർ ആർഗ്യുമെന്റ്സ് ഒക്കെ ഇട്ടിട്ട്. സോ അവർ നമ്മൾ കൊടുത്ത ഫംഗ്ഷൻ ഇങ്ങോട്ട് വിളിക്കുന്നതുകൊണ്ടാണ് ഇതിനെ കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ജാവാസ്ക്രിപ്റ്റിൽ API വിളിക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ രീതികളുണ്ട്. സോ നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ള ഒരു രീതിയെ നോക്കാം. സോ അതിനാദ്യം നമുക്ക് XML HTTP റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. അതിനുശേഷം അത് ഗെറ്റ് റിക്വസ്റ്റ് ഏത് ടൈപ്പ് റിക്വസ്റ്റ് ആണെന്ന് പറയുക. എന്നിട്ട് നമ്മുടെ URL കൊടുക്കുക. URL കൊടുത്ത ശേഷം ഇതിന്റെ റെസ്പോൺസ് വരുമ്പോൾ ഈ ഫംഗ്ഷനാണ് വിളിക്കേണ്ടത് നമുക്ക് പറഞ്ഞു കൊടുക്കണം. സോ അതിന് പറയുന്ന പേരാണ് കോൾ ബാക്ക് രജിസ്റ്റർ ചെയ്യാന്ന് പറയാം. നമുക്ക് ഈ കോൾ ബാക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. XML HTTP റിക്വസ്റ്റിന് കോൾ ബാക്ക് രജിസ്റ്റർ ചെയ്യാൻ ഈ ഒബ്ജക്ട് ഡോട്ട് ഓൺ റെഡി സ്റ്റേറ്റ് ചേഞ്ച് ഇസ് ഈക്വൽ ടു ഈ ഒരു ഒബ്ജക്റ്റിനകത്ത് നമുക്ക് ഈ പ്രോസസ് API എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. സോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സോ ഇതാണ് ഇവിടെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ, അത് ഈ ഫംഗ്ഷനാണ്. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്കി കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഈ റെസ്പോൺസ് വരുന്നവർ വെയിറ്റ് ചെയ്യത്തില്ല. സോ റെസ്പോൺസ് എപ്പോൾ വരുന്നോ ആ സമയത്ത് ഈ പ്രോസസ് API പറഞ്ഞ് കോൾ വിളിച്ചോളൂ. അതിൻ്റെ ഒപ്പം തന്നെ അവൻ കുറച്ച് ആർഗ്യുമെൻറ്റ്സ് നമുക്ക് പാസ് ചെയ്ത് തരും. സോ ആർഗ്യുമെൻറ്റ്സിനകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ XHR എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് എടുക്കാൻ പറ്റും. അതായത് ആർഗ്യുമെൻറ്റ് ഡോട്ട് കറണ്ട് ടാർഗറ്റ് എന്ന് പറഞ്ഞ് കിട്ടും. എന്നിട്ട് നമുക്ക് റെസ്പോൺസ് റെഡി സ്റ്റേറ്റ് ആണ്, അതിൻ്റെ സ്റ്റാറ്റസ് 200 ആണെങ്കിൽ നമുക്ക് റെസ്പോൺസ് ഉണ്ടോ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് കാണാൻ പറ്റും ആദ്യം ഇവൻ 30 ആണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. സോ അതായത് ഈ റിക്വസ്റ്റ് പിന്നെ അവർ സെൻഡ് ചെയ്തു, റിക്വസ്റ്റ് ഇത് സെൻഡ് ചെയ്തിട്ട് റെസ്പോൺസ് കിട്ടുന്നവരെ അവൻ വെയിറ്റ് ചെയ്യുന്നില്ല. അതിനെക്കാട്ടി മുന്നേ തന്നെ ഈ ഒരു കൺസോൾ ലോഗ് 30 അവൻ പ്രിന്റ് ചെയ്ത ശേഷമാണ് എപ്പോഴാണോ റെസ്പോൺസ് വന്നത് ആ സമയത്താണ് ഇവന് റെസ്പോൺസ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. സോ അതിനെയാണ് കോൾ ബാക്ക് എന്ന് പറയുന്നത്. സോ കോൾ ബാക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സിങ്ക്രണസ് കോൾ ബാക്ക് ഉണ്ട്, ഒന്ന് അസിങ്ക്രണസ് കോൾ ബാക്ക് ഉണ്ട്. ഈ അസിങ്ക്രണസ് കോൾ ബാക്കിന്റെ എക്സാമ്പിൾ ഇത് തന്നെയാണ്. അതായത് ഈ APIന്റെ റിസൾട്ട് നമ്മുടെ എക്സിക്യൂഷൻ ഫ്ലോവിനെ ബാധിക്കത്തില്ല. നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് പോകും. എന്നിട്ട് എപ്പോൾ റെസ്പോൺസ് വരുന്നോ അത് ഡിഫറൻറ്റ് എക്സിക്യൂഷൻ ഫ്ലോയിൽ ഈ കോൾ ബാക്കും പിന്നെ അവിടെ നിന്ന് വല്ല ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് പോയിക്കോളും. ഇങ്ങനെ API കോളുകൾക്കൊക്കെ അസിങ്ക്രണസ് കോൾ ബാക്ക് തന്നെ നല്ലത്. കാരണം റെസ്പോൺസിന് കുറച്ച് വെയിറ്റിംഗ് ഉണ്ട്. അത്രയും സമയം നമ്മുടെ കോഡ് ബ്ലോക്ക് ആവത്തില്ല. ഈ കോൾ വേണമെങ്കിൽ നമുക്ക് സിങ്ക്രണസ് ആക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ ആർഗ്യുമെന്റ് ട്രൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കോൾ സിങ്ക്രണസ് ആണോ അസിങ്ക്രണസ് ആണോ എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജനറലി ഇത് നമ്മളെ API കോൾസുകളൊക്കെ നമ്മൾ അസിങ്ക്രണസ് ആയിട്ട് വേണം പെർഫോമൻസിന് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ. പക്ഷേ ചില കേസിൽ നമുക്ക് സിങ്ക്രണസ് ആയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്കിതിനെ ഫോൾസ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ സിങ്ക്രണസ് ആണെങ്കിൽ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ ഇതിന് റെസ്പോൺസ് കിട്ടുന്നവരെ അവൻ വെയിറ്റ് ചെയ്യും. അതായത് അത്രയും നേരം അവൻ ബ്ലോക്കിംഗ് ആണ്. ഓക്കെ, സോ അതായത് ഈ ഒരു റെസ്പോൺസ് കിട്ടി ഈ കോൾ ബാക്ക് വിളിച്ച ശേഷമായിരിക്കും ഈ 30 എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ പ്രിന്റ് ചെയ്യത്തുള്ളൂ. സോ സിങ്ക്രണസ് ആക്കി കഴിഞ്ഞ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ നമുക്ക് കാണാം 30 ലാസ്റ്റാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇനി അസിങ്ക്രണസ് കോൾ ബാക്കിനകത്ത് എക്സാമ്പിളുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ API വിളിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കുന്ന ഫെച്ചിൽ ദെന്നിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു കോൾ ബാക്ക് അസിങ്ക്രണസ് ആണ്. അതേപോലെ തന്നെ സെറ്റ് ടൈം ഔട്ട്, സെറ്റ് ഇൻറ്റർവെൽ ഇതിലൊക്കെ കൊടുക്കുന്ന കോൾ ബാക്ക് ഒക്കെ അസിങ്ക്രണസ് ആണ്. അതുപോലെ തന്നെ സിങ്ക്രണസ് ആയിട്ടുള്ള കോൾ ബാക്കുകൾക്ക് എക്സാമ്പിൾ നമ്മൾ യൂട്ടിൽ ഫംഗ്ഷനുകൾക്ക് കൊടുക്കുന്നത്, അതായത് array.map, ഫിൽറ്റർ, ഇതിനകത്തൊക്കെ നമ്മൾ കോൾ ബാക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സിങ്ക്രണസ് കോൾ ബാക്കുകളുടെ എക്സാമ്പിളാണ്. ഓക്കെ, സോ ഇനി കോൾ ബാക്ക് ഫംഗ്ഷൻ എഴുതാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊരു ഫംഗ്ഷൻ എഴുതി, ആ ഫംഗ്ഷൻ്റെ പേരാണ് ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ റെഫറൻസ് ആണ്. ആ റെഫറൻസ് വെച്ചിട്ടാണ് തിരിച്ചവൻ കോൾ ബാക്ക് ചെയ്യുന്നത്.
ഓക്കെ. സോ റെഫറൻസ് പല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അനോണിമസ് ഫംഗ്ഷൻ എഴുതാം. അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പേരില്ലാത്ത ഫംഗ്ഷൻ. അനോണിമസ് ഫംഗ്ഷൻ എഴുതിയിട്ട് നമുക്കത് അതിൻ്റെ റെഫറൻസ് നമുക്ക് ഏതെങ്കിലും വേരിയബിളിൽ കോപ്പി ചെയ്തിട്ട് ആ റെഫറൻസ് ഇവിടെ പാസ് ചെയ്താലും മതി. ഓക്കെ. സോ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. സോ അങ്ങനെ കൊടുത്താൽ ഇത് വർക്ക് ചെയ്യും. ഓക്കെ. സോ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ വേറെ ഫംഗ്ഷൻ കൊടുക്കാം, ആർഗ്യുമെൻറ്റ് ഫംഗ്ഷൻ കൊടുക്കാം. സോ അങ്ങനെ കൊടുത്താലും വർക്ക് ചെയ്യും. സോ അല്ലെങ്കിൽ നമുക്ക് ഇത് നേരെ ഇങ്ങനെ, സോ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ നേരിട്ട് കൊടുക്കാം. സോ ഇങ്ങനെ കൊടുത്താലും ഇതിൻ്റെ അർത്ഥം ഈ ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ റെഫറൻസ് ആണ് ഇവിടെ കോപ്പി ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഫംഗ്ഷൻ ഇതേപോലെ ഇങ്ങനെ ഫംഗ്ഷൻ നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ടൊക്കെ പാസ് ചെയ്യുന്നത്. സോ അതിൻ്റെ അർത്ഥം നമ്മളതിൻ്റെ റെഫറൻസ് ആണ് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ. സോ അതാണ് കോൾ ബാക്കും അതുപോലെ തന്നെ സിങ്ക്രണസ് അസിങ്ക്രണസ് കോൾ ബാക്കും. സോ അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് കാണാം. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും അതിലൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.